ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ പിശാച് ബാധിതന്റെ മുമ്പിൽ ഞാൻ എന്നാ ചെയ്യണത്? മുട്ടേ നിന്ന് എന്നാ ചെയ്ത് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. മുട്ടേ നിന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഏതാണ്ട് അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ബോധ്യം കിട്ടി. എന്താ ബോധ്യം കിട്ടിയത്? ഈ രാക്ഷസനെ അല്ലെങ്കിൽ സോക്കോൾഡ് ഡയബോളിക് പൊസഷൻ, പിശാച് ആവശ്യത്തിരിക്കുന്ന ഈ വ്യക്തിയെ നിനക്ക് കീഴ്പ്പെടുത്താൻ ഈശോയുടെ നാമത്തിൽ കഴിയും. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ആന്തരികമായ ബോധ്യം. ഞാൻ പിന്നെ എന്നാ ചെയ്തെന്നറിയാവോ? ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് നിന്ന് അരികിൽ നേരത്തെ ഒരു 3 അടി അകലെ നിന്നാണ് വിശ്വാസപ്രമാണം ചൊല്ലിയത്. വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ എനിക്കൊണ്ട് എന്ത് കിട്ടി? എന്ത് അനുഗ്രഹം കിട്ടി? ഇപ്പം എൻ്റെ അടുത്തേക്ക് അപ്പോഴും ഈ സാധനം അമറുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടേ. പക്ഷേ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ അമർച്ച ഒന്ന് ഒതുങ്ങി. പിന്നെ എന്നാ ചെയ്യുന്നറിയാവോ? ഈ മനുഷ്യൻ്റെ തലയെ കൈവച്ചു. തല കൈവയ്ക്കുമ്പോൾ ഇരുമ്പ് പോലെ ഇരിക്കുക. എന്നിട്ട് അവിടെ കിടന്ന് പിടക്കുകയാണ്. നമ്മളിത്തിൽ മുറുക്കി പിടിക്കണമെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞാൽ പോണ വിധത്തിലുള്ള ബലമുണ്ട് ഇയാളിനെ. അപ്പം നമുക്കറിയാം ഈ മനുഷ്യന്മാർ എഴുന്നേറ്റ് വരികയാണെങ്കിൽ പണിയായിരിക്കുമെന്ന്. പക്ഷെ പിന്നെ ചെല്ലണത് എന്താണ്? യേശുനാമത്തിലെ ബന്ധന പ്രാർത്ഥനയാണ് ചെല്ലണത്. എന്ത് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? ആദ്യം അടിത്തറ വിശ്വാസ പ്രമാണമാണ്. അതാണ് റോസി ജോൺ പറഞ്ഞത്, വിശ്വാസ പ്രമാണം. അതിനുശേഷം ഞാൻ ഈ മനുഷ്യൻ്റെ തലയ്ക്ക് വെച്ചിട്ട് ബന്ധന പ്രാർത്ഥന ചെല്ലി. നമ്മളിടയ്ക്ക് ചെല്ലാറുണ്ട്. നേരത്തെ വസ്തു വെഞ്ചരിക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനയില്ല. അതാണ് അത്. എത്രയോ 86 ഞാൻ എവിടെയോ മാഗ്നറ്റിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് 4 വരി പഠിച്ചത്. മാഗ്നറ്റ് ലോകത്തിലെ അന്നറിയപ്പെടുന്ന പിശാച് ബാധ ഒഴിപ്പിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം എൻ്റെ കുറേ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള വാക്കുകളെല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടുന്ന് എടുത്തതല്ല. മാഗ്നറ്റിൻ്റെ 3 വരിയേ ഉള്ളൂ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, touch with your fire finger, soak with the precious blood, that the devil's power, devil's legions, Satan's attacks and machinations be dispelled in the name of Jesus Christ. ഞാൻ എൻ്റെ മക്കളെ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ let the adversary's power, devil's legions, Satan's attacks and machinations be dispelled in the name of Jesus. In the name of Jesus. അതായത് യേശുക്രിസ്തു നാമത്തിൽ ഈ പൈശാചിക ശക്തി ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് കൽപ്പിക്കുന്നത്. ആരുടെ നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴേ ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ കൈയുടെ താഴെയാണ് ഈ മനുഷ്യൻ്റെ ഇരുമ്പ് തല ഇരിക്കണത്. ഇരുമ്പ് തല. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോഴേ, കർത്താവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഇതിങ്ങനെ ഈ സൂചിക്കുത്ത് കൊണ്ട് ബലൂൺ ചൊട്ടണ പോലെ എന്ന് ഭയങ്കര ചൊട്ടിപ്പോവും. ഇപ്പം ഡെഡ് ബോഡി പോലെ തളർന്നു പോവും. ഞാൻ പേടിച്ചു പോവും. എന്നാ കാര്യം? എനിക്ക് ഇത്ര അറിയത്തില്ല ഈശോൻ്റെ നാമം ഇത്രയും പവർഫുള്ളാണെന്ന്. ആൻഡ് ജീസസ് ഈസ് പവർഫുൾ. കർത്താവിന് അന്ന് മുതൽ എനിക്ക് പേടിയുടെ ഒരു ജീവിതമാണ്. എന്താണ്? ദൈവപേടി. ദൈവത്തെ റെഫറൻഷ്യൽ ഫിയർ, ഒരു ബഹുമാനാദരത്തോടു കൂടിയ പേടി. അതാണ്, ആ പേടിയാണ് ആത്മീയ പേടി. അതിലാണ് നമ്മൾ മുട്ടി നിൽക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൻ്റെ എന്നോട് എൻ്റെ ബിഷപ്പ് പറഞ്ഞേ, അധികം കയ്യാങ്കളിയൊന്നും ദിവ്യകുർബാന എടുത്ത് വെക്കുമ്പോൾ കൈയൊന്നും എടുക്കരുത്. ഞാനത് അനുസരിക്കും. പക്ഷെ അറിയാണ്ട് ചില ദിവസം കൈ വന്നു പോകും. കാര്യം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഇരിക്കുന്നത്. അവൻ സ്നേഹത്തിൻ്റെ പേരിൽ എന്തും ചെയ്തു പോയി. അവൻ സ്വയം മറന്ന് ചെയ്തതാണ് എല്ലാം. ബൈബിൾ പറയുന്നുണ്ട് അവനെല്ലാം ചെയ്തത് നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നു പോയ ഒരാളാണ്. നമ്മളെക്കുറിച്ച് ഓർത്തപ്പോഴേ അവൻ സ്വയം മറന്നു പോയിട്ട് ദാസനായി
കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നത് കൊണ്ട് അവൻ ഓർത്തത് അപ്പനെയായിപ്പോയി. അതുകൊണ്ട് അപ്പൻ അവനെ മറന്നില്ല, അപ്പൻ അവനെ ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവന് നൽകപ്പെട്ടിട്ടുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അഭിഷേക വചനങ്ങളോട് ചേർത്ത് ഞങ്ങളുടെ മനസ്സിന്റെ തേങ്ങലുകളും വേദനകളും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ നാമങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നാമം വിളിച്ചപേക്ഷിക്ക് ഞങ്ങളെ ആശീർവദിക്കണമേ. കരങ്ങളടിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. ചെറുതല്ലേ? എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമും മഞ്ഞമുള്ള നാമം. ആമേൻ. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമും മഞ്ഞമുള്ള നാമം. ദൈവസ്നേഹത്തോടെ പാടാം. യേശുനാമം അതിശയനാമം, വേളയിലിരിക്കുമ്പനാമം. യേശുനാമം അതിശയനാമം, വേളയിലിരിക്കുമ്പനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളെ, ഈ അഭിഷേക ഉണർവ് ആരാധനയുടെ സമയങ്ങളില്ലേ, സമയത്തൊക്കെ നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനെപ്പോലെ നിങ്ങൾ ഈ വിഷയത്തിൽ സീരിയസ് ആയിരിക്കണം. ഞാൻ ആ പിശാച് പാതിൻ്റെ മുമ്പിൽ ഞാൻ എന്താ ചെയ്തത്? ഞാൻ എനിക്ക് വേണേൽ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലാമായിരുന്നല്ലേ. ഞാൻ ഈ ലോഹ വിട്ടുകൊണ്ട് മുട്ടയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കുക, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു ആത്മാർത്ഥതയോടെ നമ്മളെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കണം. നീ അത് വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാകണം. നീ അത് വിശ്വസിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെയാവും, ആചാരാനുഷ്ഠാനം പോലെയാവും. അർത്ഥമറിയാത്ത ആചാരങ്ങൾക്ക് എന്നാ സംഭവിക്കണത്? അനാചാരങ്ങളാവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പല പ്രാർത്ഥനകൾ അനാചാരങ്ങളായ കാരണം അർത്ഥമറിയാതെ നമ്മൾ യാന്ത്രികമായി അനുഷ്ഠിക്കുന്ന കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ക്രിസ്ത്യാധ്യാത്മിക അന്തസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാക്കിൻ്റെയും പ്രവർത്തികളുടെയും എല്ലാം അടിസ്ഥാനം എന്താ? ഈ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്താ വിശ്വാസ പ്രഖ്യാപനം? യേശു കർത്താവാണ്. യേശുവാണ് കർത്താവ്. പറഞ്ഞേ. ആ വിധവയുടെ ചെല്ലിക്കാശല്ലേ, വിധവ ശ്രീഭണ്ഡാരത്തിലെ 2 ചെമ്പ് ഇട്ടില്ലേ? അപ്പോൾ ഈശോ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തു. ഈശോ എഴുന്നേറ്റു. അത് കണ്ടപ്പോഴേ ഒത്തിരി പേരെ മനുഷ്യരെ കൊണ്ടുവന്ന് കൈ നിറയെ കാശിട്ടപ്പോഴും കർത്താവ് കമൻ്റ് ചെയ്തില്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ല അല്ലേ. പക്ഷെ വിധവ ഇട്ടപ്പോഴേ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അതിൽ നിക്ഷേപിച്ചെന്ന് കേട്ടപ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ലായിരിക്കും. ലുക്കായുടെ സുവിശേഷം 21:4 അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അത് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അന്തസ്സത്ത എന്താ? അവളുടെ അത്താഴത്തിനുള്ള വകയാണ് അവൾ ദൈവത്തിരുസന്നിധിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവേ, നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. നമ്മളെന്ത് ചെയ്താലും അതിനൊരു ഭാഷയുണ്ട്.
ദൈവം ആ കാഴ്ചയല്ല കാണുന്നത്, കാഴ്ചക്കുള്ളിലെ കാഴ്ചയുണ്ട്, കാഴ്ചയുടെ കാമ്പെന്ന് പറയും. നീ എന്ത് കാഴ്ച കാണിച്ചാലും കാഴ്ചക്കുള്ളിലെ കാഴ്ചയുടെ കാമ്പാണ് കർത്താവ് നോക്കണതെന്ന് മനസ്സിലാവും. യേശു കർത്താവാണെന്ന് പറയുന്നതിന് പകരം അവളത് ചെയ്യുകയാണ്. എന്താണ്? എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാകുമ്പോൾ അവൾ എന്താ പറയണത്? കർത്താവേ, ഇതെൻ്റെ ഉപജീവനത്തിനുള്ള വകയാണ്. ഇത് കേട്ടിട്ട് നീ പണക്കാരനാകത്തില്ല, നിനക്ക് കണക്കിന് പൈസക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിൻ്റെ സഭയ്ക്കും സംവിധാനത്തിനും ഇതുകൊണ്ട് ഉതകുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. പക്ഷെ ഞാനും അപ്പോഴും പറയാതെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, എൻ്റെ ഉപജീവനത്തെക്കാളും എൻ്റെ ആയുസ്സിൻ്റെ നിലനിൽപ്പിനേക്കാളും യു ആർ ദ ലോഡ്, യു ആർ ലോഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൻ്റെ അതിനാഥൻ നീയാണ്, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് ദൈവം. നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ്, എൻ്റെ ഉപജീവനത്തിനേക്കാൾ വലിയവനാണ്, നീയാണ് കർത്താവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, പാടാം. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം മാതാവായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് കുക്കു. ഞാൻ വരുന്നത് മാർട്ടിൻ ഡി പോറസ് ചർച്ച് ഇടവക ആയിട്ടുള്ള തേവയ്ക്കപ്പള്ളിയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ സെബാസ്റ്റ്യൻ, എൻ്റെ മക്കൾ. ആദ്യമേ പറയട്ടെ, ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 പക്ഷേ എനിക്ക് കൃപാസന പത്രം ഒരു 2020 എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് ഞങ്ങൾ കാര്യം പറയാൻ, ഞങ്ങൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല, ധ്യാനം കൂടും, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ 2020 കൃപാസന പത്രം കൈ കിട്ടിയെങ്കിലും പലരും പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഞങ്ങൾക്ക് അതിൽ മാതാവിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇവിടെ പലരും പറഞ്ഞ സാക്ഷ്യങ്ങൾ പോലെ തന്നെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ കൃപാസനത്തിന് എന്താ അത്ര പ്രത്യേകത എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത. ഞങ്ങൾ ആ പത്രം അവിടെ വെച്ചു, ഞാൻ ആ പത്രം അവിടെ വെച്ചു. എനിക്കായിരുന്നു കിട്ടിയത്, ഞാൻ ഇവരെ ഒന്നും കാണിച്ചിട്ട് പോലുമില്ല. ഞാൻ ആ പത്രം എവിടെയോ വെച്ചു, അതിൻ്റെ കാര്യം മറന്നു. പക്ഷേ മാതാവ് എന്നെ വിളിച്ചു. എന്നെ വിളിക്കുന്നതിന് കാരണം വന്നത് ഈ മോള് കാരണമാണ്. 2022 അതായത് കോവിഡ് കഴിഞ്ഞിട്ട്, കോവിഡിന് 2 വർഷം സ്കൂൾ അവധിയായിരുന്നല്ലോ. അപ്പോൾ സ്കൂൾ തുറന്ന് 2022 മോൾ 8ാം ക്ലാസ്സിലോട്ട് കയറി. 8ാം ക്ലാസ്സിലോട്ട് കയറി അവിടെ എറണാകുളത്താണ് ഞങ്ങൾ. എറണാകുളത്ത് ഒരു അത്യാവശ്യം നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം 2 വർഷം കഴിഞ്ഞപ്പം ടീനേജിൻ്റെ ഒരു പ്രായമൊക്കെയാണ്. ആ ഒരു സമയത്ത് ആൾ വീട്ടിലിരുന്ന് 2 വർഷം കഴിഞ്ഞ് വീട്ടിലിരുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് വണ്ണമൊക്കെ വെച്ചായിരുന്നു. അപ്പം ആൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞ്, പുതിയ സ്കൂളായിരുന്നു, പുതിയ ഫ്രണ്ട്സും പുതിയ സ്കൂളും ഒക്കെ ആയിരുന്നു. അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, ആളങ്ങ് ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഡയറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ആൾ ഡയറ്റിങ്ങിലാണ്. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, ഞാൻ വഴക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടും വഴക്ക് പറയുന്നുണ്ട്. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി. ആൾ ഫുഡ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, പക്ഷെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പം ആൾ ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ബാഗിൻ്റെ പോക്കറ്റിലോ അല്ലെ അലമാരയുടെ മുകളിലോ ഒക്കെ ആയിട്ട് വെക്കും. ആൾ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് 53 കിലോ ഉണ്ടായിരുന്ന ആൾ 29 കിലോയിലോട്ട് വന്നു. അപ്പം നമുക്ക് ആകെ ടെൻഷനായി. ആൾ മെലിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നും അല്ല, ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. നമുക്കറിയാം, നമ്മൾ ഡയറ്റ് എടുത്താലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. പക്ഷേ എത്ര പറഞ്ഞിട്ടും പിന്നെ ആൾക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല. ഒരു വറ്റ് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ആൾ വന്നു. അപ്പം നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മരുന്നൊന്നും എടുത്തില്ല. ലാസ്റ്റ് എന്നെ അമ്മ മാതാവ് വിളിച്ച പോലെ വിളിക്കുന്നതായിട്ട് ഞാൻ കൃപാസനത്തിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവസാന ഉടമ്പടി, അവസാന കയ്യ് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇവളുടെ ഒരു ഫോട്ടോ, മുഖത്തെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് എൻ്റെ മൊബൈലിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ ആ മൂലയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഫുള്ള് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു.
ഇപ്പോൾ കയറ്റി നിൽക്കാൻ പോലും മേല. മോൾ അവിടെ കിടക്കുകയാണ്, പപ്പയുടെ മടിയിലൂടെ കിടക്കുകയാണ്. അത്രയ്ക്ക് അവൾ ക്ഷീണിച്ചു പോയി, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയ വഴിക്ക് ആൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. പറയാൻ പറ്റത്തില്ല, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, നല്ലപോലെ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം നമ്മൾ അന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവളുടെ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞാൻ ഇവളെ കാണിച്ചു. മോക്ക് എമി എന്നാളുടെ പേര്. എമി നോക്ക്, 2 ഫോട്ടോയും തമ്മിലുള്ള കമ്പാരിസൺ നീ നോക്ക്. തലേ ദിവസത്തെ ഫോട്ടോയിൽ എന്താ പറയുക, മെലിഞ്ഞുണങ്ങിയിരുന്ന ഒരു കുട്ടി. പിറ്റേ ദിവസത്തെ രാവിലെ ഫോട്ടോയിൽ നോക്കുമ്പോൾ നല്ല പ്രസരിപ്പോടെ മുഖമൊക്കെ നല്ല എന്താ പറയുക, കണ്ണൊക്കെ തിളങ്ങി കവിളൊക്കെ തിളങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം തൊട്ട് 1 മാസം കൊണ്ട് ഈ പോയ 20 കിലോയും അവൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, നല്ലപോലെ. ഇപ്പോൾ +10ൻ്റെ അതുപോലെ തന്നെ 10ൻ്റെ റിസൾട്ട്, 10th CBSE ആയിരുന്നു. CBSEയിൽ ഇവർക്ക് പഠിക്കും, ആൾ നല്ലപോലെ പഠിക്കും. പക്ഷെ മോഡലൊക്കെ വരുമ്പോൾ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പം നമ്മളിവിടെ ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കിൻ്റെ കാര്യം. അപ്പം ഞങ്ങളിവിടെ അച്ഛൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വന്നു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പേനയും കാശുരൂപവും ഒക്കെ കൊടുത്തു. അപ്പോൾ മോഡൽ എക്സാമിന് മാർക്സിനൊക്കെ ഇവൾ ജസ്റ്റ് പാസ്സെന്ന് പറയാനില്ല. ഒരു 2-3 മോഡലുണ്ടെങ്കിൽ 2 മോഡലിനും തോറ്റു. 1 മോഡലിന് മാത്രമാണ് മാത്സിനൊക്കെ പാസ്സായത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു. എന്നും പരീക്ഷയ്ക്ക് പോകുമ്പം അതിന് മുമ്പ് ഞാൻ പേഴ്സിനകത്ത് ഉടമ്പടി കാശുരൂപ വിടും, എന്നും തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ് വിടുന്നത്. റിസൾട്ട് വന്നപ്പോൾ 88% മാർക്കോടുകൂടി ഉന്നത വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പം അഡ്മിഷൻ ആണെങ്കിലും നമുക്ക് മോഡലിന് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ പഠിച്ച സ്കൂളിൽ തന്നെ തരികയില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ സ്കൂൾ അന്വേഷിക്കേണ്ടി വന്നു. ആ പഠിച്ച സ്ട്രീമും തരികയില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇത്രയും മാർക്ക് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് അഡ്മിഷൻ അവർ +1 +2 കണ്ടിന്യൂ ചെയ്യാനും സ്കൂളുകാർ സമ്മതിച്ചു. ഇപ്പം ഞങ്ങൾ 3 വർഷമായിട്ട്, ഇപ്പം ഞാനും ഹസ്ബൻഡും മാറി ഉടമ്പടിയിലാണ്. 3 വർഷമായിട്ട് ഞങ്ങൾ ഉടമ്പടിയിലാണ്. എൻ്റെ ഉടമ്പടി ഇത് കൂടാതെ നമുക്ക് ഇനിയും അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മൾ കൃപാസനം പത്രം ഞാൻ എല്ലാവരോടും പറയും, കൃപാസനം ഞാൻ ഇപ്പം പത്രം കൊടുക്കുവാണെങ്കിലും ചിലരൊന്നും മേടിക്കുകയില്ല, എന്താ പറയുക, അവർക്ക് ആ പുച്ഛം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് പുച്ഛിക്കരുത്. പുച്ഛിച്ചാൽ മാതാവ് എന്തായാലും നിങ്ങളെ ഇവിടെ കൊണ്ടുവരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് കൃപാസനം പത്രവും കൃപാസനം എന്താ പറയുക, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാതാവിൻ്റെ ഇടപെടൽ എവിടെ നോക്കിയാലും മാതാവിൻ്റെ ചെറുത് നമ്മൾ നിസ്സാരമാണെന്ന് കാര്യന്ന പ്രശ്നമാണെങ്കിൽ പോലും മാതാവ് ഇടപെട്ട് അത് നമുക്ക് ശരിയാക്കി തരും. അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഇനി ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുകയാണ് ഹസ്ബൻഡിൻ്റെ സാക്ഷ്യങ്ങൾ. ഈശോയ്ക്കും കൃപാസനം മാതാവിന് 1000 നന്ദി. വൈഫ് ഉടമ്പടി എടുത്ത് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ശരിക്കും ആധ്യാത്മികമായിട്ട് ഉയർച്ച നേടാനുള്ളതും ജോലിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ ഹെൽത്ത് വൈസുള്ള പ്രശ്നങ്ങളുമായിരുന്നു മെയിനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ നിയോഗങ്ങളായിട്ട് വെച്ചത്. എനിക്ക് ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ പേരൻസ് പള്ളിയിൽ പോകും, പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നതാണെങ്കിലും നമുക്കൊന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആധ്യാത്മിക വളർച്ച നേടി അല്ലെങ്കിൽ ഒരു തൃപ്തി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്ന മാതിരി എപ്പോഴും ചൊല്ലി തീർക്കലായിരുന്നു, ചൊല്ലിക്കൂട്ടുകയായിരുന്നു. നമുക്കൊരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ഒരിക്കലും സമയം തികയില്ല, അല്ലെങ്കിൽ ദശാംശം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും കൊടുക്കാൻ തികയില്ല, നമുക്കത് സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ യാത്രകളും എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ട് യാത്രകളുണ്ട്. യാത്രകളുള്ള സമയത്ത് പോലും ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് സാധിക്കില്ല. ആ തടസ്സങ്ങൾ മാറിക്കിട്ടിയത് ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് ചെറുപ്പം തൊട്ടേ വന്ന് ഒരു 30 yearsന് മേലെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരും. ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ജലദോഷം പോലെ സ്റ്റാർട്ട് ചെയ്ത് അത് പനിയായി നല്ല കഫക്കെട്ടായി. ആൻറ്റിബയോട്ടിക് കഴിക്കാതെ മാറില്ല. ഏകദേശം ഒരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾ അവിടെ പല ഡോക്ടർമാരെ കണ്ടു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു. പക്ഷേ ആർക്കും ഒന്നും പ്രത്യേകിച്ച് അസുഖങ്ങളും കണ്ടുപിടിക്കാനില്ല. അതിനുശേഷം കോയമ്പത്തൂരേക്ക് ട്രാൻസ്ഫറായി അവിടെ വന്ന് MRI എടുത്ത് നോക്കി. പക്ഷേ ഒരു പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പനി വന്നിരിക്കും. അപ്പോൾ അത് വെച്ച് പഠിച്ച സമയത്താണെങ്കിലും അതുപോലെ ജോലി കിട്ടി ജോലി ചെയ്തുകൊണ്ട സമയത്താണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു.
ശരിക്കും ജോലിയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എപ്പോഴും ക്ഷീണമായിരിക്കും, പനിയുടെയും മരുന്നിൻ്റെ ആയിട്ട്. എനിക്ക് ഞാനത് നിയോഗം വെച്ചു. ഉടമ്പടിയിൽ വന്നിട്ട് എനിക്കത് ഏകദേശം പൂർണ്ണമായിട്ട് സുഖമായിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വരുന്നില്ല, ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്നില്ല. ഏകദേശം 30 വർഷത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. എനിക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതുപോലെ എൻ്റെ എൽബോയിലൊരു സെല്ലിങ് വന്നിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സർജനെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് വൈഫ് ഉടമ്പയിലാണ്. ഞങ്ങളതുകൊണ്ട് ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് വീക്കം കൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല. ഞാൻ ഉടമ്പടി തൈലം തേക്ക് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു ഡോക്ടറെ കാണിക്കാതെ തന്നെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഞങ്ങൾ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അത് മാതാവിനെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കിട്ടി, മോൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്ന ഞങ്ങൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്തൊക്കെ അവിടെ 2-3 പേര് പുറത്ത് തീരെ വയ്യാതെ, തീരെ ഒരു സൗകര്യമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കിട്ടാനില്ല. ഞങ്ങളത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷേ ആരും സഹകരിക്കുന്നതായിരുന്നില്ല. ഒരു 3-4 ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വിളിച്ചു നോക്കി, ഒരിടത്തും ആളുകളെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വിളിച്ച് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസാക്കി അങ്ങനെ അവർക്കൊരു 3 പേർക്ക് ഞങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. വെൽഫെയർ ഓഫീസർ വന്ന് 3 പേരെയും ഷെൽട്ടറിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ദശാംശം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഏണിങ്സിൻ്റെ ഒരു 10% നമ്മൾ എല്ലാവർക്കും പലർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഫാമിലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീരെ വയ്യാത്തൊരു മോൾക്ക്, അതുപോലെ അങ്ങനെ 2-3 പേർ ഞങ്ങൾ മാസം നല്ല രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിതം മുഴുവൻ ജീവിക്കണമെന്നുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ഞങ്ങൾ 2 പേരും മാറി ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആ ഉടമ്പടി തന്നെ ഞങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആധ്യാത്മിക വയസ്സ് നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു K-പോപ്പിൻ്റെയും BTSൻ്റെയും അതുപോലെ ഈ മൊബൈലിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് എത്ര നോക്കിയാലും നമുക്ക് ആവില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നൊരു പിടിവള്ളിയാണ് കൃപാസനം മാതാവ് നമ്മളെയും കാത്തോളും, നമ്മുടെ കുട്ടികളെയും കാത്തോളും. ദൈവത്തിനും കൃപാസനം മാതാവിനും 1000 നന്ദി. അമ്മ മാതാവിനും തിരുക്കുമരണം 1000 നന്ദി. എൻ്റെ പേര് മോൾജി വർഗീസ്. ഞങ്ങൾ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ഷാൻഡു വർഗീസ്. 2018 ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത്. വരാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഒത്തിരിയായിട്ടുണ്ടായിരുന്നു. അതിന് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും അലോപ്പതിക്കായിട്ടും ഒക്കെ നോക്കി, കുറവുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ബ്ലീഡിങ് ആയിട്ടും മൂത്രത്തിൽ കൂടെ ബ്ലീഡിങ് ആയിട്ടും നല്ല വേദനയൊക്കെ ആയിട്ടും പുള്ളി കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് പുള്ളിൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഹസ്ബൻഡ് സ്റ്റോണിൻ്റെ പ്രശ്നമൊന്ന് മാറ്റിത്തരണേ, കുറേ നാളായല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ പുള്ളി യൂറിൻ പാസ് ചെയ്ത സമയത്ത് എനിക്ക് സ്റ്റോൺ എടുത്ത് കാണിച്ചു തരിക ചെയ്തത്. അതിനുശേഷം ഇതുവരെയായിട്ടും സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയതാണ്. അതിൽ സ്റ്റോണിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 22/9/2022 അന്ന് വരാനുള്ള കാരണം എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ആയിരുന്നു. ഞാനൊരു നേഴ്സാണ്, റിസൈൻ ചെയ്തു. ബാക്ക് പെയിൻ ഒത്തിരി കൂടിയതുകൊണ്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് മാറാൻ പോലും പറ്റുന്നില്ല. ഹസ്ബൻഡാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിലെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ടെസ്റ്റിമണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാമായിരുന്നു. ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ഞങ്ങൾക്ക് വരാൻ വേണ്ടി പൈസ ഉണ്ടായില്ല ആക്ച്വലി. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പം മാതാവ് തരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയ സമയമായിരുന്നു. ആ സമയത്തിന് എനിക്ക് PF എമൗണ്ട് മാതാവ് ക്രെഡിറ്റ് ആക്കി തന്നു. ഇതുവഴി ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്.
ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇരിക്കാനോ ശരിക്കും നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ബാക്ക് പെയിനാണ്. ശരിക്കും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്കൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം എനിക്ക് ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റണില്ല. മാതാവേ, ധ്യാനം ഒന്ന് കഴിയണേ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും എൻ്റെ ഈ വേദനയൊന്നും എനിക്ക് മാറ്റിത്തരണേന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് മുട്ടുകുത്താമെന്ന് എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഞാൻ തിരി കത്തിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് നടുവിന് അതിയായൊരു ശാന്തത പോലെ, അതായത് ഒരു ഫ്രീ ആയതുപോലെ എൻ്റെ നടുവ് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാം ചെയ്യാം. പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോയത് എൻ്റെ മോളെ ഞാൻ എളി വെച്ചിട്ടാണ് പോയത്. അവൾക്ക് 5 വയസ്സുണ്ടായിരുന്നു. അവളെ നടു വെച്ചിട്ട് പോവും. എനിക്കൊരു ബാക്ക് പെയിനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അത് എൻ്റെ അടുത്ത് ചോദിക്കും വീട്ടുകാരൊക്കെ, ഞാൻ പത്രം കൊടുക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും എന്താ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഈ മോളെ ഞാൻ എടുത്തോണ്ട് വന്ന് ഞാൻ പത്രം തരുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം അത്രയും എനിക്ക് നടക്കാൻ പോയിട്ട് ഒരടി മുമ്പോട്ട് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ ആ നടുവേദന പൂർണ്ണമായിട്ടുമായി. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് കുറച്ച് നടുവേദന തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല, സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് നടുവേദന പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതെന്ന്. അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് രോഗികളിൽ ഉടമ്പടി തൈലം കൊണ്ടുപോകും. എന്നിട്ട് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അവിടെ ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കും. കൂടെ ഉണ്ടാകുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെ കുറിച്ച് പറയും, അവിടെ പോകണമെന്ന് പറയും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും എല്ലാ സമയത്തും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിമണി കേൾക്കും. അച്ഛൻ്റെ പഴയ ഉടമ്പടി ധ്യാനം കേൾക്കും. ഇത് ഫോർവേഡ് ചെയ്യും. എത്ര ടെസ്റ്റിമണി ഒരു ദിവസം കേൾക്കുകയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ഉടമ്പടി എടുത്ത സമയത്താണ് ഞാൻ 3-4 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു എനിക്ക് ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ട് വിദേശത്ത് ജോലിക്ക് പോകണമെന്ന്. ആദ്യം ഞാൻ UK ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒറ്റയ്ക്കനെ പോകാൻ വേണ്ടി പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ UK ആയിരുന്നെങ്കിലും മാതാവ് എന്നിൽ എനിക്ക് തന്നിരുന്നത് UK ആയിരുന്നില്ല, കാനഡയായിരുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു രാജ്യമാണത്. കാരണം ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് കിട്ടത്തില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പം മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചതാ, മാതാവേ എനിക്ക് ഹസ്ബൻഡും മക്കളുമായിട്ടൊന്ന് പോകാൻ വേണ്ടി പറ്റണേന്ന്. പക്ഷേ അത് എനിക്ക് മാതാവ് നല്ലൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നേക്കുന്നത്. അങ്ങനെ കാനഡ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം PR ആണ് നോക്കിയത്. അത് കുറച്ച് ഡിലേ ആണ്. അങ്ങനെ വർക്ക് വിസയ്ക്ക് നോക്കി. വർക്ക് വിസ കൊടുത്ത സമയത്ത് വർക്ക് വിസ അപ്രൂവലായി കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു യാത്ര പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴവില്ല് ഞങ്ങൾ കണ്ടു, നല്ല മഴവില്ല്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തോ മാതാവ് തരുന്നുണ്ട്, നല്ല എന്തോ ഒന്ന് തരുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞൊരു 5 ദിവസം 6 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് വിസ അപ്രൂവലായി. അങ്ങനെ ഞാനും ഹസ്ബൻഡുമാണ് ഈ 19ന് കാനഡയ്ക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥലം അത് ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിലായിരുന്നു. അവരും മരിച്ചു. അപ്പം ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ഥലം വായിക്കാൻ വേണ്ടി പറ്റിയുണ്ടായില്ല. ഒരു 30-35 വർഷത്തോളമായി അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ, ഉപ്പ് പറമ്പിൽ പോകുന്ന സമയത്ത് പറമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും. അതുപോലെ തന്നെ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഞാൻ വീടിന് ഉള്ളിലായിട്ട് ആരും ചവിട്ടാത്തടുത്ത് എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് തേച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈലം എല്ലാ ഞങ്ങളുടെ വീടുകളിൽ ചുറ്റുമായിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്
ജപമാല ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഈ കഴിഞ്ഞ ആഴ്ച ആ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഒരുവിധം എല്ലാ വീടുകളിലും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും, ഹോസ്പിറ്റലുകൾ കൊടുക്കും. അതുപോലെ തന്നെ ധ്യാനങ്ങൾ, പിന്നെ ടെസ്റ്റ് മണി, ഇതൊക്കെ ഫോർവേഡ് ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഞാൻ ഫേസ്ബുക്ക് കാണുമായിരുന്നു. അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഫേസ്ബുക്ക് ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫുൾ ടൈം ഞാൻ വീഡിയോ, അച്ഛൻ്റെ ടോക്ക്, ടെസ്റ്റ് മണി, പിന്നെ പ്രാർത്ഥനകൾ, ജപമാല, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ ഫോൺ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്നത്. അല്ലാതെ ബാക്കിയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒത്തിരിയേറെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റും. ബൈബിൾ വായിക്കുമ്പം മിക്ക സമയങ്ങളിലും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരലുണ്ട്. കാരണം ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കതിന് ആൻസർ തരുന്നുണ്ട് മാതാവ് ഈശോ വഴി എനിക്ക് ഒത്തിരിയേറെ അങ്ങനെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പിന്നെ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് 2 പ്രാവശ്യമായിട്ടും ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനു മുമ്പ് അഖണ്ഡ ജപമാലയ്ക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും വരാൻ വേണ്ടി പറ്റിയില്ല. ആ സമയത്ത് ഞാനൊരു 5 കിലോമീറ്റർ ദൂരം നടന്നു പോയി ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന് റോഡിലേക്ക് ഒരു 5 കിലോമീറ്റർ ഞാൻ തന്നെ നടന്നു പോയി ജപമാല ചൊല്ലിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് അഖണ്ഡ ജപമാല വരാൻ വേണ്ടി പറ്റാഞ്ഞതുകൊണ്ട്. മാതാവ് തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു.